ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് വേറൊന്നുമില്ല, നമ്മൾ ഇ വിസയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ നാട്ടിൽ പോയിട്ട് വരുന്നവർക്ക് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ BRP എക്സ്പയർ ആണ്. ഇപ്പൊ ഓൺലൈനിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ വിസയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളൊന്ന് PDF ആക്കി വെച്ചേക്കണം. അപ്പൊ അത് PDF ആക്കി വെക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ട് വഴിയാണ് വന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം എയർപോർട്ടിലാണെങ്കിലും അവർക്ക് നമ്മളെ വിസ എക്സ്പയറി ആവുന്നത് എന്നാന്ന് മാത്രം അവർക്ക് നോക്കിയാൽ മതി. അപ്പൊ ഈ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനകത്താണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതെല്ലാരും മാൻഡേറ്ററി ആയിട്ട് വെച്ചേക്കേണ്ടതാണ്, ഫോണിൽ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പം ഇതാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ UK വന്നു കഴിഞ്ഞാലും അവര് നമ്മളോട് വർക്ക് വിസയാണോ എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ എത്ര നാളെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ചോദിക്കുള്ളൂ. പിന്നെ ചിലപ്പം ആരെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ചോദിച്ചാലായി എന്നും പറഞ്ഞ് ആരും അത് എടുക്കാതിരിക്കരുത്. പിന്നെ ഈ ഷെയർ കോഡ് ആരും ചോദിക്കുന്നില്ല, അത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. ഷെയർ കോഡ് ആരും ചോദിക്കുന്നില്ല. എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഷെയർ കോഡ് എടുത്ത് വെക്കുക, അപ്പം ഷെയർ കോഡ് ചോദിക്കുന്നു. പക്ഷെ ഷെയർ കോഡിന് പകരം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് എന്റെ വീഡിയോ. ബൈ ബൈ. എന്താ